തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം ഇടുക്കിയിലെ തൊടുപുഴയിൽ നിന്നൊരു 20 കിലോമീറ്റർ ദൂരത്തുള്ളൊരു സ്പോട്ടാണ് ഈ എപ്പിസോഡിൽ. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തു. നമ്മൾ നേരെ കാട് കയറാൻ പോവാണ്. ഒരാൾക്ക് 30 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് ചാർജ്. ക്യാമറയ്ക്ക് 50 രൂപയും കൊടുക്കണം. പിന്നെ പ്രൊഫഷണൽ രീതിയിലുള്ള വീഡിയോഗ്രാഫി ആണെങ്കിൽ ഒരു ദിവസത്തേക്ക് 5000 രൂപയും, നോർമൽ വീഡിയോ ക്യാമറ ആണെങ്കിൽ 250 രൂപയാണ് ചാർജ്. അപ്പോൾ ഫോറസ്റ്റ് ഗാർഡാണ് മുമ്പിൽ നടക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന സഞ്ചാരികളെയൊക്കെ ശ്രദ്ധിക്കാൻ ഗൈഡ്സ് ഓരോ മൂലയിൽ നിൽക്കുന്നുണ്ടാവും. രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് ഇവിടെ എൻട്രി. 8 മണിയാകുമ്പോൾ തന്നെ ഇവർ ഓരോ പോയിന്റിലും എത്തിയിട്ടുണ്ടാവും. ഇവിടെ വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാലും പാർക്ക് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടില്ല. വലിയ പാർക്കിംഗ് ഗ്രൗണ്ടൊന്നും ഇല്ലെങ്കിലും നീണ്ടു കിടക്കുന്ന റോഡിന്റെ ഒരു സൈഡിൽ പാർക്ക് ചെയ്യാം. 2 സൈഡും പാർക്ക് ചെയ്ത് ബ്ലോക്ക് ആക്കാതെ എല്ലാ വണ്ടികളും ഒരു സൈഡ് തന്നെ പാർക്ക് ചെയ്ത് നന്നായിരിക്കും. പിന്നെ ചായയും ചെറിയ ഫുഡ് ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കുറച്ച് കടകളൊക്കെ ഉണ്ട്. ആദ്യം കാട് കയറാൻ പോവാണെന്ന് പറഞ്ഞത് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? ഒരു ചെറിയ കാട്ടിക്കൂടെ നടന്നു വേണം ഈ കാട്ടിനകത്തുള്ള വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ. ഈ നടക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിലാണ് അരുവിയും വെള്ളച്ചാട്ടമൊക്കെ ഉള്ളത്. രാവിലെ തന്നെ ആയതുകൊണ്ടും സൂര്യൻ നേരെ ഓപ്പോസിറ്റ് ആയതുകൊണ്ടും മൂപ്പര് ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ ലെൻസിനെ കിസ്സടിക്കുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിൽ വെള്ളത്തിലിറങ്ങാനും കുളിക്കാനൊക്കെ സൗകര്യമുണ്ട് കേട്ടോ. അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം. ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു അരുവി ഒഴുകി വരുന്നുണ്ടാവണം. അതുകൊണ്ടാണല്ലോ ഒരു പാലമൊക്കെ ഉണ്ടാക്കി വെച്ചത്. നല്ല മഴ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ആക്റ്റീവ് ആവുള്ളായിരിക്കും. അപ്പോൾ അതേ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ ആദ്യത്തെ വെള്ളച്ചാട്ടം കാണാം. മൊത്തം 7 കുത്ത്, അതായത് 7 വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത്. പണ്ട് ഇവിടെ ഇതിനടുത്ത് വീടുള്ളൊരു തൊമ്മൻ എന്നൊരാൾ ഈ ആദ്യത്തെ കുത്തിൽ വീണ് മരിച്ചു. അങ്ങനെയാണ് ഈ തൊമ്മൻകുത്ത് എന്നുള്ള പേര് വന്നത് എന്നാണ് കേൾവി. ഇവിടെ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. ഫുള്ള് പാറയായത് കാരണം ഇടയ്ക്ക് കുഴികളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഇറങ്ങാൻ സമ്മതിക്കാത്തത്. നമുക്ക് രണ്ടാമത്തെ കുത്തിലേക്ക് കിടക്കാം. ഇടുക്കി ഡാമിൻ്റെ ഭാഗമായിട്ടുള്ള നീണ്ടു കിടക്കുന്ന ഒരു ഫോറസ്റ്റ് തന്നെയാണിത്. ഈ പുഴയുടെ തുടക്കവും ഈ ഫോറസ്റ്റിൽ നിന്ന് തന്നെയാണ്. ഏകദേശം ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. പിന്നെ അത് തൊമ്മൻകുത്ത് കഴിഞ്ഞ് കാളിയാർ വഴി കാളിയാർ പുഴയായിട്ട് ഒഴുകി മൂവാറ്റുപുഴയിൽ ചെല്ലുമ്പോൾ ഈ തൊടുപുഴയിൽ നിന്ന് വരുന്ന തൊടുപുഴയാറും ഇതും കൂടി ചേർന്ന് ത്രിവേണി സംഗമത്തിൽ നിന്ന് അവിടുന്ന് ഒന്നായിട്ട് പിന്നെ മൂവാറ്റുപുഴയാറായിട്ട് ഒഴുകി അതങ്ങനെ പിറവം വഴി നേരെ കായലിൽ ചെന്ന് ചേരുകയാണ്. അതങ്ങനെ ചേരട്ടെ. നമുക്കിപ്പോൾ ഇവിടുന്ന് ഈ ഒന്നാമത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിലായിട്ട് ഒരു വ്യൂ പോയിന്റ് ഇത്. ഇവിടുന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും വെള്ളച്ചാട്ടത്തിൻ്റെ മേലെ നിന്നുള്ള വ്യൂ കാണാനൊക്കെ പറ്റും. ഇതാണ് ഇപ്പോൾ നമ്മൾ താഴേന്ന് കണ്ട വെള്ളച്ചാട്ടം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫോറസ്റ്റിൽ കൂടെ ആണല്ലോ നടക്കുന്നത്. ഫോറസ്റ്റ് മുഴുവൻ കാടാണല്ലോ. കാടാവുമ്പോൾ മൃഗങ്ങളും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇവിടെ ഉണ്ടാകുന്ന ഒരു മൃഗമാണ് ആന. പക്ഷെ ആരും പേടിക്കണ്ട, പകലൊന്നും ഇതുവരെ ആന ഇറങ്ങിയിട്ടില്ല ഇവിടെ എന്നാണ് ഫോറസ്റ്റുകാർ പറഞ്ഞത്. രാത്രി വല്ലപ്പോഴും ഒക്കെ ആന വന്ന് പോകുന്നതിൻ്റെ ബാക്കിയാണ് ഈ വഴി കിടക്കുന്ന മരങ്ങളൊക്കെ എന്നാണ് തോന്നുന്നത്. പിന്നെ കുറുക്കൻ, ഉടുമ്പ് അങ്ങനെയുള്ള ചെറിയ മൃഗങ്ങളൊക്കെ ഇവിടെ കാണാറുണ്ട്. കുറച്ച് അകത്തേക്കൊക്കെ കയറി പോയാലും കാണാം. പൊതുവേ മൃഗങ്ങളെയൊന്നും പേടിക്കാതെ വരാൻ പറ്റുന്നൊരു സ്ഥലമാണിത്.
രണ്ടാമത്തെ കുത്ത്. മുകളിൽ ഫോറസ്റ്റ് വാച്ചർമാരുടെ ഒരു ഷെഡ് കണ്ടോ? ഇത് വരുന്ന വഴിക്ക് 3-4 ഉണ്ട്. അതുകൊണ്ട് ഒരു മഴ വന്നാലും കയറി നിൽക്കാൻ സ്ഥലമുണ്ട്. അപ്പോൾ മൊത്തം 7 കുത്തുണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ നിർഭാഗ്യവശാൽ ആദ്യത്തെ 2 വെള്ളച്ചാട്ടങ്ങളിലേക്ക് മാത്രമേ സാധാരണഗതിയിൽ ടിക്കറ്റ് എടുത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബാക്കി യാത്ര ഗൈഡിന്റെ ഒപ്പം മാത്രമാണെന്ന്. അതിന് 1000 രൂപ മറ്റോ ഫീസ് അടച്ചിട്ട് ഇവരുടെ ഒപ്പം വേണം കാട് കയറാൻ. അത് മഴക്കാലം കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള ട്രെക്കിങ് തുടങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം പറഞ്ഞ പോലെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സ്ഥലത്തേക്ക് പോവാം. രണ്ട് സ്ഥലങ്ങളിലാണ് പുഴയിൽ ഇറങ്ങാൻ സമ്മതിക്കുന്നത്. അതിൽ ഇവിടെ എപ്പോഴും സമ്മതിക്കാറില്ല. വെള്ളം കുറവാണെങ്കിലേ ഇവിടെ ഇറക്കുള്ളൂ. പക്ഷേ ആദ്യത്തെ പോയിന്റിൽ എപ്പോഴും ഇറങ്ങാൻ സമ്മതിക്കും. അവിടെയാണ് കുറച്ചുകൂടി സേഫ്. ഇവിടെ കല്ലൊക്കെ കുറച്ചുകൂടി വഴുക്കാനും ചാൻസ് ഉണ്ട്. അതുപോലെ ചെറിയ കുഴികളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഫാമിലി ആയിട്ടൊന്നും വരുന്നത് കാരണം ആണ് ഇങ്ങോട്ടുള്ള എൻട്രി ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം വൃത്തിയും പ്രകൃതി സൗന്ദര്യമാണ് കേട്ടോ. ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ലാതെ വൃത്തിയായിട്ട് പരിപാലിക്കുന്നുണ്ട് ഇവർ. ഒരു പരിധി കൂടുതൽ കൃത്രിമ സൗന്ദര്യവൽക്കരണം ഒഴിവാക്കിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഭംഗിയെ നിലനിർത്തിയത് എന്തായാലും നന്നായി. അപ്പോൾ നമ്മളിതാ ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ പോയിന്റിലെത്തി. ഇവിടെയൊന്നും ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും കാണാനില്ല എന്നുള്ളത് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ കാര്യം കേട്ടോ. ഇതൊക്കെ എന്നും ഇങ്ങനെ തന്നെ ഉണ്ടാവാൻ ഇവിടെ വരുന്ന എല്ലാ സഞ്ചാരികളും സഹകരിക്കുകയും കൂടെ വേണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇങ്ങനെ തുടങ്ങുന്ന ചെറിയ കാട്ടരുവികളല്ലേ വലിയ പുഴയായിട്ട് നാട്ടിൽ കൂടെയൊക്കെ ഒഴുകുന്നത്. അപ്പോൾ ഇവിടെ മലിനായ മൊത്തം മലിനായില്ലേ. അതുകൊണ്ട് ഇതൊക്കെ വൃത്തിയായിട്ട് സംരക്ഷിക്കപ്പെടട്ടെ. ഇവിടെയൊക്കെ ആകെ വിജനാണല്ലോ എന്ന് ആരും വിചാരിക്കണ്ട. എൻ്റെ എല്ലാ വീഡിയോയിലും ഉള്ള പോലെ തന്നെ പരമാവധി ആൾക്കാരെ ഒഴിവാക്കി വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്. ഹോളിഡേയിലൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന, ചില സമയത്ത് വൈകുന്നേരമൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നൊരു സ്ഥലമാണിത്. പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ ടോയ്ലറ്റ് ഉണ്ട്. വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് ഡ്രസ്സ് മാറാനും ഒക്കെ ഉള്ളതൊരു സൗകര്യമായി. നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ട ആ പാലത്തിലെത്തി. ഞാൻ വന്നത് ജൂലൈ ആദ്യമാണ്. അധികം മഴയൊന്നും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് വെള്ളം കുറവാണ്. എന്തായാലും റൈറ്റ് സൈഡിൽ നിന്നൊരു ചെറിയ അരുവി ഒഴുകി വന്ന് ഈ പുഴയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചെറിയ അരുവികളൊക്കെ പുഴയുടെ 2 വശത്തു നിന്നായിട്ട് ഒഴുകി വരുന്നുണ്ട്. അങ്ങനെയാണല്ലോ പുഴ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എങ്ങനെയുണ്ടെന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. നമുക്ക് ഈ കാടിൻ്റെ ഒറിജിനൽ സൗണ്ടിനെ ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. ഇതാ ഇവിടെ ഒരു സൂപ്പർ മരം നിൽക്കുന്നുണ്ട്. ചീനിമരമാണത്. ഇതിനൊക്കെ എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും അല്ലേ.
ക്യാമറ വൈഡ് ആംഗിൾ ലെൻസ് ആയതുകൊണ്ട് മരത്തിന് വണ്ണം കുറവാണെന്ന് തോന്നുന്നതാണ്. ശരിക്കും ഭീകരനാണ് അവൻ, കൊടും ഭീകരൻ. ഈ മിക്ക വീഡിയോയിലും ഏതാ ക്യാമറ എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചത് കൂടുതലും GoPro 7 ബ്ലാക്ക് ആണ്. പിന്നെ കുറച്ച് ഷൂട്ടുകൾ DJയുടെ ഓസ്മോ പോക്കറ്റും, പിന്നെ സൂം ചെയ്യുന്ന 2-3 സീന് സോണിയുടെ ഒരു ചെറിയ പോയിന്റ് ആൻഡ് ഷൂട്ട് DSC 220. അത് വീഡിയോയിൽ മൊത്തം ഉപയോഗിച്ച ക്യാമറ ഏതാണെന്ന് അതിൻ്റെ മുകളിൽ റൈറ്റ് സൈഡിൽ ഞാൻ ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങാണ്. ഫാമിലി ആയിട്ടൊക്കെ വരാൻ ഒട്ടും കുഴപ്പമില്ലാത്ത നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ അത്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഇങ്ങോട്ട് വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ നടക്കാൻ. ഇവിടുന്നും കുറച്ച് ദൂരം കൂടെ നടന്നാൽ മതി ആദ്യത്തെ വെള്ളച്ചാട്ടത്തിലേക്ക്. കുട്ടികളും മുതിർന്നവരും ഒക്കെ ആയിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് പോര്, എല്ലാവർക്കും ഒരു സന്തോഷമാവട്ടെ. വെള്ളത്തിലിറങ്ങാന്ന് വെച്ചാൽ ഒട്ടും ആഴമൊന്നുമില്ല, കഷ്ടിച്ച് മുട്ട് വരെയൊക്കെ ഉള്ളൂ വെള്ളം. പിന്നെ ശുദ്ധമായ നല്ല തണുത്ത വെള്ളത്തിലിറങ്ങുന്നതിൻ്റെ ഒരു സുഖം. അടുത്തൊരു യാത്രാ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.